ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു ബനാന ഫിംഗേഴ്സിൻ്റെ റെസിപ്പിയാണ്. വൈകുന്നേരങ്ങളിൽ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഈ 4 മണി പലഹാരത്തിൻ്റെ റെസിപ്പി എങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് നമുക്ക് നോക്കിയിട്ട് വരാം. ഇതിനായിട്ട് ഞാൻ 3 പഴുത്ത ഏത്തപ്പഴം എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ചെറുതായിട്ട് ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്ത് അതിൽ പുളിയൊക്കെ ഒന്ന് മാറ്റി വെക്കണം. അതിനുശേഷം ഇത് ഒരു 10 മിനിറ്റ് ഒന്ന് ഒരു ഇഡ്ഡലി കുട്ടത്തിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. ഒരുപാടൊന്നും വെന്തുടഞ്ഞ് പോകണ്ട. ഇനി ഈ ചൂടോടുകൂടി തന്നെ ഒരു ഫോർക്കോ ഒരു സ്പൂണോ ഉപയോഗിച്ചിട്ട് ഈ ഏത്തപ്പഴം നന്നായിട്ട് ഉടച്ചെടുക്കണം. ചൂടോടുകൂടി തന്നെ ഉടച്ചാൽ നന്നായിട്ട് ഉടഞ്ഞ് കിട്ടും. അതെ, ഈ ഒരു പരുവത്തിൽ ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ വേറെ കുറച്ച് ചേരുവകൾ കൂടെ ചേർക്കണം. അതിനുവേണ്ടി ഞാനൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഈ ഏത്തപ്പഴത്തിൻ്റെ കൂടെ 1 കപ്പ് മൈദയും 2 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അരിപ്പൊടി ഒരു ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ബനാന ഫിംഗേഴ്സിൻ്റെ മുകൾ ഭാഗത്ത്. അതിൻ്റെ കൂടെ 1 ടേബിൾ സ്പൂൺ റവയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. റവയും നല്ലൊരു ക്രിസ്പിനെസ് നൽകും ഈ സ്നാക്കിന്. അതിൻ്റെ കൂടെ ആവശ്യത്തിനുള്ള പഞ്ചസാരയും 1/4 കപ്പ് പഞ്ചസാരയാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് നിങ്ങൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും ഒരൽപ്പം ഉപ്പും കൂടെ ചേർത്തിട്ട് അതിൻ്റെ കൂടെ 1 ടേബിൾ സ്പൂൺ നെയ്യോ അല്ലെങ്കിൽ ബട്ടറോ എന്തെങ്കിലും ഒരു ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കണം. അതിനുശേഷം ഇത് നന്നായിട്ട് സ്പൂൺ ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം നമ്മുടെ കൈ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ഇത് കുഴച്ചെടുക്കണം. ഏകദേശം ഒരു ചപ്പാത്തി മാവിൻ്റെയൊക്കെ പരുവത്തിൽ കുഴച്ചെടുക്കണം. ഒരൽപ്പം വെള്ളം കൂടെ ചേർത്ത് കൊടുക്കണം. ഒരുപാട് വെള്ളം വേണ്ട. 1 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട. അപ്പം തന്നെ നമുക്കിത് ഒരൽപ്പം മാവെടുത്ത് ചെറുതായിട്ടൊന്ന് റൗണ്ടിലാക്കിയിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇത് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഒരു ഓവൽ ഷേപ്പിലാണ് ഇത് ചെയ്തെടുത്തിരിക്കുന്നത്. ഇനി മാവെല്ലാം നമുക്ക് ഇതേ രീതിയിൽ ചെയ്തെടുത്തിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് ഇത് ഫ്രൈ ചെയ്തെടുക്കുക എന്നുള്ളതാണ്. ഇതിനായിട്ടൊരു പാനിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് എണ്ണ ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് ഈ ബനാന ഫിംഗേഴ്സിന് റെഡിയാക്കി വെച്ചിരുന്ന ആ ഫിംഗേഴ്സ് എല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ലോ ടു മീഡിയം ഫ്ലെയിമിൽ തീയിടാൻ മറക്കരുത്, അല്ലെങ്കിൽ ഒരുപാടങ്ങ് കരിഞ്ഞു പോകുമ്പോൾ പാകം. ഇനി ഇത് 2 ഭാഗവും നന്നായിട്ട് ഫ്രൈ ആയിട്ട് വരുന്നത് വരെ തിരിച്ചു മറിച്ചിട്ട് കൊടുത്ത് നന്നായിട്ട് ഗോൾഡൻ ബ്രൗൺ നിറമാകുമ്പോൾ നമുക്കത് കോരി മാറ്റാം. ബാക്കിയുള്ള ബനാന ഫിംഗേഴ്സും കൂടി ഞാൻ ഇതുപോലെ തന്നെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ ഈസി ആയിട്ടും ടേസ്റ്റി ആയിട്ടും കഴിക്കാൻ പറ്റുന്ന 4 മണി പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നിങ്ങൾ തീർച്ചയായും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് അതിൻ്റെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുത്. അതുപോലെ നല്ല നല്ല റെസിപ്പികൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ടേക്ക് കെയർ. ബൈ.